നമ്മളിന്ന് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മോർഫോളജി എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ് സ്റ്റെം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് റൂട്ടിനെ കുറിച്ചായിരുന്നു. നമ്മളിന്ന് പഠിക്കുന്നത് സ്റ്റെമ്മിനെ കുറിച്ചാണ്. എന്താണ് സ്റ്റെം? ഒരു പ്ലാന്റിൻ്റെ മണ്ണിന് മുകളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ സ്റ്റെം എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിൻ്റെ മണ്ണിന് മുകളിൽ കാണുന്ന ഭാഗത്തെ നമ്മൾ ഷൂട്ട് സിസ്റ്റം എന്ന് പറയും. മണ്ണിന് അടിയിൽ കാണുന്ന ഭാഗത്തെ നമ്മൾ റൂട്ട് സിസ്റ്റം എന്ന് പറയും. അതുണ്ടാകുന്നത് എംബ്രിയോയിലെ റാഡിക്കിൾ എന്ന പോയിന്റിൽ നിന്നാണ്. അതുപോലെ മണ്ണിന് മുകളിൽ കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതുണ്ടാകുന്നത് എംബ്രിയോയിലെ പ്ലിമ്യൂൾ എന്ന ഭാഗമാണ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. റാഡിക്കിൾ, റൂട്ട് സിസ്റ്റം, പ്ലിമ്യൂൾ, ഷൂട്ട് സിസ്റ്റം. ഓർക്കാൻ എളുപ്പമാർഗം, റാഡിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർ എന്ന ലെറ്ററിലാണ്. അപ്പോൾ അതുണ്ടാകുന്നത് ആർ എന്ന ലെറ്ററിലുള്ള ഒരു ഭാഗമാണെന്ന് ഓർത്താൽ മതി റൂട്ട് സിസ്റ്റം. അതല്ലാത്തത് ഷൂട്ട് സിസ്റ്റമാണെന്ന് ഓർത്താൽ മതി. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. റാഡിക്കിൾ, പ്ലിമ്യൂൾ ഇത് രണ്ടുമാണ് എംബ്രിയോയുടെ രണ്ട് ഭാഗങ്ങൾ. റാഡിക്കിൾ റൂട്ട് സിസ്റ്റമായിട്ടും പ്ലിമ്യൂൾ ഷൂട്ട് സിസ്റ്റമായും ഡെവലപ്പ് ചെയ്യുന്നു. ആ ഷൂട്ട് സിസ്റ്റത്തിൻ്റെ മെയിൻ ആക്സിസിനെയാണ് സ്റ്റെം എന്ന് പറയുന്നത്. സ്റ്റെം ഈസ് ദി മെയിൻ ആക്സിസ് ഓഫ് ഷൂട്ട് സിസ്റ്റം. ഇറ്റ് ഡെവലപ്സ് ഫ്രം ദ പ്ലിമ്യൂൾ ഓഫ് ദി എംബ്രിയോ. എംബ്രിയോയിലെ പ്ലിമ്യൂൾ എന്ന് പറയുന്ന ഭാഗമാണ് ആ ഷൂട്ട് സിസ്റ്റമായി മാറുന്നത്. ഒരു സ്റ്റെം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നോഡാണ്. മറ്റൊന്ന് ഇൻ്റർനോഡ്സ് ആണ്. നോഡെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെമ്മിൽ നിന്ന് ലീഫ് ഉണ്ടാകുന്ന ഭാഗമാണ്. റീജിയൻസ് വെയർ ലീവ്സ് ബോൺ ഈസ് കാൾഡ് നോഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുട്ടുകൾ എന്ന് പറയാറുണ്ട്. അവിടെ നിന്നാണ് ലീഫ് ഉണ്ടാകുന്നത്. ആ സ്റ്റെമ്മിൻ്റെ നോഡിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ലീഫ് ഫോം ചെയ്യുന്നത്. ദ റീജിയൻസ് വെയർ ലീവ്സ് ബോൺ ഈസ് കാൾഡ് നോഡ്. ദ പോർഷൻ ബിറ്റ്വീൻ ടു നോഡ്സ്, രണ്ട് നോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേര്, അല്ലെങ്കിൽ സ്റ്റെമ്മിൻ്റെ ഭാഗത്തെ പറയുന്ന പേര് ഇൻ്റർനോഡ് എന്നാണ്. ദ പോർഷൻ ബിറ്റ്വീൻ ടു നോഡ്സ് ഈസ് കാൾഡ് ഇൻ്റർനോഡ്. സ്റ്റെം ഈസ് ദി മെയിൻ ആക്സിസ് ഓഫ് ഷൂട്ട് സിസ്റ്റം. ഇറ്റ് ഡെവലപ്സ് ഫ്രം ദ പ്ലിമ്യൂൾ ഓഫ് ദി എംബ്രിയോ. സ്റ്റെം ബിയേഴ്സ് നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്സ്. What is node? Regions where leaves born. What is internode? The portion between two nodes. സ്റ്റെമ്മിൻ്റെ നോർമൽ ഫങ്ഷൻ നമുക്കറിയാം, കണ്ടക്ഷൻ ആൻഡ് സപ്പോർട്ട്. റൂട്ട് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസിനെ ലീഫിലെത്തിക്കുക, ലീഫിലുണ്ടാകുന്ന ഫുഡിനെ പ്ലാന്റിൻ്റെ ഡിഫറൻറ്റ് പോർഷൻസിലെത്തിക്കുക. ഇതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സപ്പോർട്ട്. പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. ലീവ്സ് സൂര്യപ്രകാശം കിട്ടുന്ന തരത്തിൽ നല്ല വികസിച്ച് വിടർന്നു നിൽക്കാൻ സഹായിക്കുക. സൂര്യപ്രകാശത്തിന് നേരെ അഭിമുഖമായിട്ട് നിൽക്കാൻ അവയെ സഹായിക്കുക. ഇങ്ങനെയുള്ള സപ്പോർട്ടാണ് സ്റ്റെമ്മിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. അതേ കണക്ക് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് മണ്ണിന് മുകളിൽ നിൽക്കാൻ സഹായിക്കുക. അല്ലെങ്കിൽ ഈ സ്റ്റെം ഉപയോഗിച്ചാണ് ചില പ്ലാന്റ്സ് വള്ളികൾ പോലുള്ളത് പടർന്ന് എവിടെയെങ്കിലും കയറാൻ സഹായിക്കും. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫങ്ഷൻസാണ് ഇതിനുള്ളത്. കണ്ടക്ഷൻ ആൻഡ് സപ്പോർട്ട്, ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് സ്റ്റെം. എന്നാൽ ഈ രണ്ട് ഫങ്ഷൻ അല്ലാതെ വേറൊരുപാട് ഫങ്ഷൻ സ്റ്റെം ചെയ്യാറുണ്ട്. അതിനുവേണ്ടി സ്റ്റെമ്മിൽ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യതിയാനങ്ങളെയാണ് നമ്മൾ സ്റ്റെം മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദ സ്റ്റെം മോഡിഫിക്കേഷൻസ്? ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അതിലൊന്നാമത്തെ ടൈപ്പ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. പൊട്ടറ്റോ നമ്മളെപ്പോഴും കിഴങ്ങ് വർഗ്ഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് ഒരു റൂട്ടല്ല, പകരം അതൊരു സ്റ്റെമ്മാണ്. സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ്. ചേന, ചേമ്പ്, ഇഞ്ചി, ഉള്ളി, സവാള ഇതെല്ലാം എന്താണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. മണ്ണിൻ്റെ അടിയിൽ കാണുന്ന സ്റ്റെമ്മാണ്. ഇതിനൊക്കെ ഒരു സ്റ്റെമ്മിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ സ്റ്റെം ആയി കണക്കാക്കുന്നത്. ഇവയെല്ലാം നമുക്ക് നട്ടാൽ മുളപ്പിച്ച് എടുക്കാൻ പറ്റാവുന്നതാണ്. ഇതെല്ലാം നട്ട് മുളപ്പിക്കാവുന്നതാണ് നമുക്ക്, അല്ലേ? പൊട്ടറ്റോയുടെ കിഴങ്ങ് എന്ന് പറയുന്ന സാധനം നട്ട് കഴിഞ്ഞാൽ അത് മുളയ്ക്കും.
ചേന നമ്മൾ നടുന്നത് അതിൻ്റെ മണ്ണിനടിയിലുള്ള ഭാഗമാണ്. ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, ഉള്ളി ഇതൊക്കെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് മുളയ്ക്കാനുള്ള ബഡ് കാണുന്നു. ബഡ് ഉണ്ടാകുന്നത് സ്റ്റെമ്മിലാണ്. മുളച്ച് കഴിഞ്ഞാൽ അതിനകത്ത് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. റൂട്ട് സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്നുണ്ടാകുന്ന കണക്കുള്ള റൂട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു. നോഡുണ്ട്, ഇൻ്റർ നോഡ്, ഇതൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നത്. ഇതിന് ഒരു സ്റ്റെമ്മിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. ഇവിടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്തിനു വേണ്ടിയാണ് മോഡിഫൈ ചെയ്യുന്നത്? ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ദ പാർട്ട് ഓഫ് ദ സ്റ്റെം ബിലോ ദ സോയിൽ ദ സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ്. എക്സാമ്പിൾ പൊട്ടറ്റോ, ഒനിയൻ, കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ ചേമ്പ്, ജിഞ്ചർ, ഇഞ്ചി എക്സെട്ര. ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ് ആണ്. ഒന്നാമത്തെ സ്റ്റെം മോഡിഫിക്കേഷൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ്. രണ്ടാമത്തത് സ്റ്റെം ടെൻഡ്രിൽ. ഇപ്പോൾ പാവൽ, പടവലം, തണ്ണിമത്തൻ, മുന്തിരി ഇങ്ങനെയുള്ള ചെടികളിലൊക്കെ നമുക്ക് ചെടികളുടെ സ്റ്റെം എന്ന് പറയുന്നത് വീക്ക് സ്റ്റെം എന്ന് പറയും. വളരെ ബലമില്ലാത്ത വള്ളി പോലെ കിടക്കുന്നതാണ്. ഇതിന് എവിടെയെങ്കിലും സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യപ്രകാശം കിട്ടത്തക്ക തരത്തിൽ ലീഫുകളെയൊക്കെ നന്നായിട്ട് വയ്ക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? കുറച്ച് ഉയരത്തിലേക്ക് അത് നിവർന്ന് നിൽക്കണം. അപ്പോൾ സ്വയം നിവർന്ന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്ലാന്റ്സ് ചില സ്പ്രിങ് കണക്കുള്ള സ്ട്രക്ചേഴ്സ് അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അതുപയോഗിച്ച് ഏതെങ്കിലും താങ്ങുകളിൽ പടർന്ന് മുകളിലേക്ക് അത് കയറുന്നു. ഈ സ്പ്രിങ് കണക്കുള്ള സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് സ്റ്റെം ടെൻഡ്രിൽ. ടെൻഡ്രിൽ എന്ന് പറഞ്ഞാൽ നീളമുള്ള സ്പ്രിങ് പോലെ കോയിൽ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സപ്പോർട്ടിൽ കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. ആക്സിലറി ബഡ്, സ്റ്റെമ്മിൽ കാണുന്ന ആക്സിലറി ബഡാണ് ഇവിടെ മോഡിഫൈ ചെയ്ത് ടെൻഡ്രിൽസ് ആയിട്ട് മാറുന്നത്. ടെൻഡ്രിൽ ഈസ് ദ ലോങ് കോയിൽഡ് സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഫോർ ക്ലൈംബിംഗ് ഓൺ എനി സപ്പോർട്ട്. എക്സാമ്പിൾ പംകിൻ, ബിറ്റർ ഗോൺ, കുക്കുംബർ, വാട്ടർമെലോൺ, ഗ്രേപ്പ് വൈൻസ് എക്സെട്ര. A tendril is the long coiled structures used for climbing on any support. ഓക്കെ, ഏതെങ്കിലും സപ്പോർട്ടിൽ പിടിച്ചു കയറാൻ വേണ്ടി അത് ഉപയോഗിക്കുന്ന ലോങ് കോയിൽഡ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ടെൻഡ്രിൽസ്. എക്സാമ്പിൾ പംകിൻ, ബിറ്റർ ഗോഡ്, കുക്കുംബർ, വാട്ടർമെലോൺ, ഗ്രേപ്പ് വൈൻസ് എക്സെട്ര. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ, രണ്ടാമത്തത് സ്റ്റെം ടെൻഡ്രിൽ, മൂന്നാമത്തത് തോൺസ്. തോൺസ് എന്ന് പറഞ്ഞാൽ ഇത് ചെടികൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ടൈപ്പ് മുള്ളുകളാണ്. ചെടികൾ പല ടൈപ്പ് മുള്ളുകൾ ഉണ്ടാകാറുണ്ട്. തൊട്ടാവാടിയിലും റോസിലും ഒക്കെ മുള്ളുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ മുള്ളിന് കടുപ്പം കുറവാണ്, കാഠിന്യം കുറവാണ്. ആ മുള്ളുകൾ നമ്മുടെ സ്കിന്നിലോ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ ഒടിയും. മാത്രമല്ല അതിൻ്റെ പ്ലാന്റിൻ്റെ തൊലി ഉരിച്ചു കഴിഞ്ഞാൽ തൊലിയോടൊപ്പം ആ മുള്ളുകളും ഇളകി മാറുന്നത് കാണാൻ പറ്റും. എന്നാൽ ബോഗൺവില്ല, നാരകം ഇങ്ങനെയുള്ള ചെടികളിലെ മുള്ളുകളെന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ തടിയിൽ നിന്നുണ്ടാകുന്നതാണ്. നല്ല ഹാർഡായിട്ടുള്ളതാണ്, പോയിൻറ്റഡ് ആണ്, നല്ല ഹാർഡ് തടി പോലെ ഇരിക്കുന്ന വുഡി സ്ട്രക്ചറാണ്. ഇത് തൊലി ഉരിച്ചാലും ഈ മുള്ളുകൾ മാറിപ്പോകില്ല. കാരണം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? തടിയിൽ നിന്ന് വരുന്നതാണ്. എൻഡോജീനസ് എന്ന് പറയും. ഇത്തരം സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് തോൺസ്. ഇതെന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഈ ബോഗൺവില്ല, സിട്രസ് എന്നൊക്കെ പറയുന്ന ചെടികൾ ഒരു ഡ്രൈ കണ്ടീഷനിലൊക്കെ വളരാൻ പറ്റുന്നതാണ്. ഡ്രൈ കണ്ടീഷനിൽ മറ്റ് ചെടികൾ കുറവായിരിക്കും. അപ്പോൾ അവിടെ ഈ ചെടികൾ മാത്രമേ ചിലപ്പോൾ കാണുകയുള്ളൂ. ആ ഒരു കണ്ടീഷനിൽ മറ്റ് ആനിമൽസൊക്കെ വന്ന് ഇതിനെ കഴിക്കുമ്പോൾ ഇതിനെ മൊത്തത്തിൽ തിന്നുകൊണ്ട് പോകരുത്. കുറച്ച് ഇലയൊക്കെ കടിച്ച് പറിച്ചാലും അതിൻ്റെ സ്റ്റെമ്മും കുറച്ച് ഭാഗങ്ങളുടെ ഉണ്ടായിരിക്കണം. അടുത്ത മഴക്കാലമാകുമ്പോൾ അത് വീണ്ടും കിളിർത്ത് പുതിയ ചെടിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ തോൺസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദി ഹാർഡ്, പോയിൻറ്റഡ് ആൻഡ് വുഡി സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ. തോൺസ് ആർ ദി ഹാർഡ്, പോയിൻറ്റഡ് ആൻഡ് വുഡി സ്ട്രക്ചേഴ്സ്. നല്ല കട്ടിയുള്ളതാണ്, നല്ല കൂർത്തതാണ്, തടി പോലെ തടി കണക്കിരിക്കുന്നതാണ് പ്രൊട്ടക്ഷന് വേണ്ടി. എക്സാമ്പിൾ സിട്രസ് ആൻഡ് ബോഗൺവില്ല. നമ്മൾ എഴുതുമ്പോൾ ബൊഗൈൻവില്ല എന്ന് എഴുതുന്നത്, വായിക്കുന്നത് ബോഗൺവില്ല. കടലാസ് ചെടിയെ നമ്മൾ പറയുന്നു ബോഗൺവില്ല ആൻഡ് സിട്രസ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെം മോഡിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്ത നാലാമത്തത് സ്റ്റെം മോഡിഫിക്കേഷൻ ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ സാധാരണ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ലീവ്സ് ആണ്. എന്നാൽ ഈ ഒപ്പൻഷിയ, യൂഫോർബിയ അല്ലെങ്കിൽ കാക്ടസ്, കള്ളിമുൾ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ ഇലകൾ കാണില്ല. കാരണം ഇത് വളരുന്നത് മരുഭൂമി പോലെയുള്ള ഡ്രൈ കണ്ടീഷനിലാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന വെള്ളം മാക്സിമം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇലകളെ കൊഴിച്ചു കളയുന്നു.
പകരം അവിടെ സ്റ്റെം വഴിയാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ആ സ്റ്റെം നല്ല ഫ്ലഷി ആയിരിക്കും, ഗ്രീൻ കളറിലായിരിക്കും, ചിലത് സിലിണ്ടറിക്കലായിരിക്കും, ചിലത് പരന്നിരിക്കും, ചിലത് പല ഷേപ്പിൽ കാണുന്നുണ്ട്. അതുപയോഗിച്ച് ഫോട്ടോസിന്തസിസ് നടത്തുന്നു. ഇലകൾ കൊഴിഞ്ഞ് മുള്ളുകളായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ട്രാൻസ്പിറേഷൻ വഴിയുള്ള വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് സ്റ്റെം, ദ സ്റ്റെം മോഡിഫൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. എക്സാമ്പിൾ ഓപ്പൻഷിയ, യൂഫോർബിയ. അടുത്ത സ്റ്റെം യൂസ്ഡ് ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് റീപ്രൊഡക്ഷനാണ്. അതിൻ്റെ പുതിയ തൈച്ചെടികളെ ഉണ്ടാക്കാൻ വേണ്ടി ആ പ്ലാന്റ്സിൽ ഉണ്ടാകുന്നൊരു റീപ്രൊഡക്റ്റീവ് മെത്തേഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. റൂട്ടിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നൊക്കെ പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സ്റ്റെമ്മിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ വേണ്ടി അത് മോഡിഫൈ ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ജാസ്മിൻ. മുല്ലവള്ളിയിൽ നിന്ന് ചിലപ്പോൾ അതിൻ്റെ മുല്ലവള്ളിയുടെ സ്റ്റെമ്മ് മണ്ണിലോ എവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന കാണാൻ പറ്റും. അത് സ്റ്റെമ്മിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. മറ്റൊന്ന് ഐക്കോർണിയ ആൻഡ് പിസ്റ്റിയ, കുളവാഴ, മുട്ടപ്പായൽ എന്ന് പറയുന്നത്. കുളവാഴയൊക്കെ നമുക്കറിയാം, ഐക്കോർണിയ. അവിടെ ആ ഒരു കഷ്ണം, ഒരു പ്ലാന്റ് നമ്മൾ ഒരു ജലാശയത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ നാൾ കൊണ്ട് അത് അവിടെ മൊത്തം സ്പ്രെഡ് ചെയ്ത് അവിടെ ഒരുപാടായി മാറാറുണ്ട്. ഇതിന് ഷോർട്ട് ഇൻ്റർനോട്ട്സ് ആണുള്ളത്. വളരെ അടുത്തടുത്തടുത്തടുത്ത് ഇൻ്റർനോട്ട്സ് വളരെ ചെറുതായി, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റർനോട്ട്സ്, നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് വളരെ കുറവായിരിക്കും, ഷോർട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ഇങ്ങനെ കൂട്ടമായിട്ട് ഉണ്ടാകും. മൂന്നാമത്തെ ക്രൈസാന്തിമം. ക്രൈസാന്തിമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജമന്തിച്ചെടി. ഈ ജമന്തിച്ചെടി ഒരു സ്ഥലത്ത് കൊണ്ട് നട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അതിന് ചുറ്റും ഒരുപാട് തൈച്ചെടികൾ ഇങ്ങനെ പൊട്ടി മുളയ്ക്കുന്നത് കാണാൻ പറ്റും. ഒരു ജമന്തിച്ചെടി നമ്മളൊരു സ്ഥലത്ത് തറയിലോ ചട്ടിയിലോ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ 1.5 മാസം 2 മാസം കഴിയുമ്പോൾ അതിന് ചുറ്റും ഒരുപാട് തൈച്ചെടികൾ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഈ തൈച്ചെടികൾ വരുന്നത് മണ്ണിൻ്റെ അടിയിലുള്ള സ്റ്റെമ്മിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇങ്ങനെ ഉണ്ടാകുന്നത് ഒരു സ്റ്റെം മോഡിഫിക്കേഷനാണ്. മറ്റൊന്ന് ബനാന, വാഴ. നമുക്കറിയാവുന്നതാണ്, വാഴയുടെ സ്റ്റെം യഥാർത്ഥത്തിൽ മണ്ണിൻ്റെ അടിയിലാണ് കാണുന്നത്. അവിടെ നിന്ന് ഇതുപോലെയുള്ള വാഴത്തൈകൾ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. ഈ വാഴത്തൈകൾ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സ്റ്റെം മോഡിഫിക്കേഷൻസ്. അപ്പോൾ സ്റ്റെം മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കൊന്നുകൂടി. ഒന്നാമത്തത് സ്റ്റെം മോഡിഫിക്കേഷൻ ഫോർ സ്റ്റോറേജ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ഫോർ സപ്പോർട്ട് സ്റ്റെം ടെൻഡ്രിൽ, സ്റ്റെം മോഡിഫിക്കേഷൻ ഫോർ പ്രൊട്ടക്ഷൻ തോൺസ്, സ്റ്റെം മോഡിഫിക്കേഷൻ ഫോർ ഫോട്ടോസിന്തറ്റിക് സ്റ്റെം ആൻഡ് സ്റ്റെം മോഡിഫിക്കേഷൻ ഓർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതിനകത്ത് എക്സാമ്പിൾ പഠിച്ചാൽ മതി. ജാസ്മിൻ, ഐക്കോർണിയ, പിസ്റ്റിയ, ക്രൈസാന്തിമം, ബനാന. ക്രൈസാന്തിമം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയുമാണ് നമുക്ക് സ്റ്റെം എന്ന് പറയുന്ന പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അടുത്തൊരു പ്ലാന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീജിയൻ എന്ന് പറയുന്നത് ലീഫാണ്. എന്താണ് ലീഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ഒരു പ്ലാന്റിൻ്റെ പച്ച നിറത്തിൽ എക്സ്പാൻഡ് ആയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ ലീഫ് എന്ന് പറയുന്നത്. ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് കാൾഡ് ലീഫ്. ഒരു ലീഫിൻ്റെ പാർട്സ് ഏതെല്ലാമാണ്? പാർട്സ് ഓഫ് ലീഫ്. ലീഫിൻ്റെ പാർട്സ്, ഒന്നാമത്തത് ലീഫ് ബേസ്. ലീഫിൻ്റെ ഏറ്റവും ബേസ്, ആ ബേസാണ് നോഡിൽ അറ്റാച്ച് ചെയ്യുന്നത്. നോഡ് നമുക്കറിയാം, നോഡ് ഈസ് ദ പോയിൻ്റ് ഓഫ് ദ സ്റ്റെം ഫ്രം ലീവ്സ് ബോൺ. ആ നോഡിൽ ലീഫ് അറ്റാച്ച് ചെയ്യുന്ന ആ റീജിയൻ, ആ പോയിൻറ്റിനെയാണ് ലീഫ് ബേസ് എന്ന് പറയുന്നത്, അറ്റാച്ച്ഡ് ടു സ്റ്റെം. രണ്ടാമത് സ്റ്റോക്ക് ഓഫ് ദ ലീഫ് ഈസ് കാൾഡ് പീറ്റിയോൾ. ലീഫിൻ്റെ കാല് എന്ന് നമ്മൾ പറയും, അതിനെ പറയുന്ന പേരാണ് പീറ്റിയോൾ. മൂന്നാമത്തത് ചില പ്ലാന്റ്സിൻ്റെ ലീവ്സിൻ്റെ ബേസിൽ ഒരു ചെറിയ 1-2 ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. അതിനെ പറയുന്ന പേര് സ്റ്റിപ്യൂൾസ് എന്നാണ്. സ്റ്റിപ്യൂൾസ് എല്ലാ ലീഫിലും കാണണമെന്നില്ല, ചിലതിൽ കാണുന്നുണ്ട്. സ്മോൾ ലാറ്ററൽ ലീഫ് ലൈക്ക് പാർട്സ്, ദീസ് ആർ കാൾഡ് സ്റ്റിപ്യൂൾസ്. അടുത്ത നാലാമത്തതാണ് ലീഫിൻ്റെ എക്സ്പാൻഡഡ് റീജിയൻ, ദറ്റ് ഇസ് കാൾഡ് ലാമിന ഓർ ലീഫ് ബ്ലൈഡ്. ഒരു ലീഫിൻ്റെ എക്സ്പാൻഡഡ് റീജിയനെ പറയുന്ന പേരാണ് ലാമിന ഓർ ലീഫ് ബ്ലൈഡ്, ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ദി ലീഫ്. അപ്പോൾ ലീഫിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ലീഫ് ബേസ്, പീറ്റിയോൾ, ലാമിന. ചില ലീവ്സിൽ എന്തുകൊണ്ട് സ്റ്റിപ്യൂൾസും കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഓർക്കേണ്ട കാര്യം സ്റ്റോക്ക് ഓഫ് ദ ലീഫ്, ദറ്റ് ഇസ് കാൾഡ് പീറ്റിയോൾ. ലീഫ് ബേസ് നോക്കിയാൽ എന്താ ചെയ്യുന്നത്? ലീഫ് ബേസ് അറ്റാച്ചസ് ടു ദ സ്റ്റെം അറ്റ് നോഡിൽ സ്റ്റെമ്മിൻ്റെ നോഡിൽ ലീഫിനെ അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ലീഫ് ബേസ്. എന്നാൽ ചില പ്ലാന്റ്സിൽ, ഉദാഹരണമായിട്ട് ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പയറു വർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ,
അത് വരുന്ന ഗ്രൂപ്പ് ലെഗുമിനോസിയെ എന്ന് പറയുന്ന ഫാമിലിയാണ്. അതുകൊണ്ടാണ് ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ ബേസ് കുറച്ചൊന്ന് വേർതിരിക്കുന്നു, സൊള്ളനാണ്. സൊള്ളൻ ലീഫ് ബേസിനെ നമ്മൾ പറയുന്ന പേര് പൾവൈനേറ്റ് എന്നാണ്. എന്താണ് ടേം? പൾവൈനേറ്റ്. In leguminous plants, leaf base is swollen. It is called pulvinate. The leaf base attaches to the stem at a node. In leguminous plants, the leaf base is swollen. Swollen leaf base is called pulvinate. നമുക്ക് പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. എന്നാൽ മോണോകോട്ട് പ്ലാന്റ്സിലാണെങ്കിൽ, ഇപ്പോൾ വാഴയുടെ ലീഫിൻ്റെ ബേസ് താഴേക്ക് നീണ്ടു പോകുന്നതാണ്. ലീഫിൻ്റെ പീറ്റിയോളാണ് നമ്മൾ വാഴക്കൈ എന്ന് പറയുന്നത്. വാഴയുടെ ലീഫിൻ്റെ ബേസിൽ കാണുന്ന നീളമുള്ള ഭാഗമാണ് പീറ്റിയോൾ, അതിൻ്റെ സ്റ്റോക്ക്. അത് കഴിഞ്ഞാണ് പിന്നെ ലീഫ് ബേസ് വരുന്നത്. യഥാർത്ഥത്തിൽ വാഴയുടെ ലീഫ് ബേസ് എല്ലാം കൂടി ചേർന്ന് കട്ടിയായി ഇരിക്കുന്നതാണ് നമ്മൾ വാഴയുടെ മണ്ണിന് മുകളിലുള്ള ഭാഗം. യഥാർത്ഥ വാഴയുടെ സ്റ്റെമ്മ് മണ്ണിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. മണ്ണിൻ്റെ മുകളിൽ കാണുന്ന സ്റ്റെമ്മല്ല, പകരം ലീഫ് ബേസ് എല്ലാം കൂടി ചേർന്നിരിക്കുകയാണ്. ആ ലീഫ് ബേസ് എങ്ങനെയാണ്? നല്ല വീതിക്കാണ് ഇരിക്കുന്നത്, അല്ലേ? നല്ല ഷീത്ത് പോലെ ഇരിക്കുകയാണ്. വാഴപ്പോള എന്ന് നമ്മൾ പറയാറുണ്ട്. ദിസ് ഈസ് കാൾഡ് ലീഫ് ഷീത്ത്. ഇൻ മോണോകോട്ട് ലീഫ് ബേസ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ലീഫ് ഷീത്ത്. ഇപ്പോൾ തെങ്ങിലാണെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ ആ ഓലയുടെ ബേസ് കുറച്ച് വീർത്തിങ്ങനെ കുറച്ച് വീതിക്കിരിക്കുന്ന കാണാൻ പറ്റും. അത് കണക്ക് എന്നിട്ട് ബേസിലോട്ട് വന്ന് തെങ്ങിനെ ചുറ്റിയിരിക്കും. അത് കണക്ക് തന്നെ നമുക്ക് കമുകിലാണെങ്കിൽ ആ ലീഫ് ബേസാണ് പിന്നീട് ലീഫ് ഷീത്തായി മാറുന്നതാണ് നമ്മൾ പിന്നെ പാള എന്ന് പറയുന്നത്, പാള. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻ മോണോകോട്ട് പ്ലാന്റ്സ് ദ ലീഫ് ബേസ് ഈസ് മോഡിഫൈഡ് ഇൻ ടു ലീഫ് ഷീത്ത്. അത് സ്റ്റെമ്മിനെ ഇങ്ങനെ പൊതിഞ്ഞ് കാണുന്നുണ്ട്, ലീഫ് ഷീത്ത്. അടുത്തൊരു ടേമാണ് വീനേഷൻ. വാട്ട് ഈസ് വീനേഷൻ? അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഓൺ ലീഫ് ലാമിന ഈസ് ടേംഡ് ആസ് വീനേഷൻ. ലീഫിൻ്റെ ലാമിനയിൽ വെയിൻസ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് വീനേഷൻ എന്ന് പറയുന്നത്. ലീഫിൻ്റെ ലാമിന നമുക്കറിയാവുന്നതാണ്. ലാമിന എന്ന് പറയുന്നത് ഗ്രീൻ എക്സ്പാൻഡഡ് പാർട്ടാണ്. ആ ലാമിനയ്ക്കകത്ത് വെയിൻസ് കാണാൻ പറ്റും, ഞരമ്പുകൾ കാണാൻ പറ്റും. ആ വെയിൻസ് പലതരത്തിലാണ് പല ലീഫിലും കാണുന്നത്. ആ അറേഞ്ച്മെൻറ്റിൻ്റെ രീതിയെ പറയുന്ന പേരാണ് വീനേഷൻ. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഓൺ ലീഫ് ലാമിന ഈസ് കോൾഡ് വീനേഷൻ. പ്രധാനമായും 2 ടൈപ്പ് വീനേഷൻ കാണാൻ പറ്റും. ഒന്ന് റെറ്റിക്കുലേറ്റ് വീനേഷനും മറ്റൊന്ന് പാരലൽ വീനേഷനും. റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ലീവ്സിൽ വെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ് പോലെയാണ്. റബ്ബർ മരത്തിൻ്റെയോ അല്ലെങ്കിൽ പ്ലാവിൻ്റെയോ ചുവട്ടിൽ നോക്കിയാൽ ചില പഴയ ഇലകൾ അഴുകി കിടക്കുന്നത് കാണാൻ പറ്റും. അഴുകിയാലും ചിലപ്പോൾ പൂർണ്ണമായി അഴുകില്ല, പകരം ഒരു നെറ്റ് പോലെ, അതിൻ്റെ കുറച്ച് ടിഷ്യൂസൊക്കെ പോയിട്ട് ഒരു നെറ്റ് പോലെ നമുക്ക് ലീഫ് കാണാൻ പറ്റും. അവിടെ വെയിൻസ് മാത്രമേ കാണുകയുള്ളൂ. വെയിൻസിൽ കുറച്ച് കട്ടിയുള്ള സെൽസ് ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് അഴുകാത്തത്. ബാക്കി ടിഷ്യൂസ് അഴുകിയാലും ഇത് മാത്രം നമുക്ക് ഒരു നെറ്റ് പോലെ കാണാം. ഇങ്ങനെ നെറ്റ് പോലെയാണ്, നെറ്റ്വർക്ക് പോലെ. രണ്ടാമത്തെ ഡയഗ്രാം നോക്കി പ്ലാവിൻ്റെയോ മാവിൻ്റെയോ റബ്ബറിൻ്റെയോ ആലിൻ്റെയോ ഒക്കെ എല്ലായിടത്ത് പരിശോധിച്ചാൽ അതിനകത്ത് വെയിൻസ് ഒരു നെറ്റ്വർക്ക് പോലെയാണ്. വെയിൻസ് ആർ അറേഞ്ച്ഡ് ആസ് നെറ്റ്വർക്ക് ഓൺ ലാമിന. ദിസ് ഈസ് കാൾഡ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഇറ്റ് ഇസ് എ ക്യാരക്ടർ ഓഫ് ഡൈക്കോട്ട് ലീഫ്. ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ ലീഫ് കണ്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ പ്ലാന്റ് ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ലീഫ് നോക്കിയാൽ മതി. ലീഫിൽ അത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണെങ്കിൽ നമുക്ക് ഡൈക്കോട്ടാണെന്ന് പറയാൻ സാധിക്കും. ഇനി രണ്ടാമത്തത് പാരലൽ വീനേഷൻ. ഈ വെയിൻസ് ഇങ്ങനെ പാരലായിട്ട് ഒന്ന് മറ്റൊന്നിന് പാരലായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് പാരലൽ വീനേഷൻ. അത് മോണോക്കോട്ട് ലീഫിൻ്റെ പ്രത്യേകതയാണ്. തെങ്ങിൻ്റെ ഓലയിൽ കാണാൻ പറ്റും. തെങ്ങിൻ്റെ ഓലയിൽ അതിൻ്റെ ആ വെയിൻസ് ഇങ്ങനെ പാരലായിട്ട് അറേഞ്ച് ചെയ്യുന്നു. വാഴയുടെ ഇലയിൽ വെയിൻസ് പാരലായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഗ്രാസസിൽ വെയിൻസ് പാരലായിട്ട് അറേഞ്ച് ചെയ്യുന്നു. കരിമ്പിൻ്റെ ഇലയിൽ നമുക്ക് നോക്കിയാൽ വെയിൻസ് പാരലായിട്ട്, ഇങ്ങനെ ഉള്ള അറേഞ്ച്മെൻ്റ് എല്ലാം മോണോക്കോട്ട് ലീഫിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും. റെറ്റിക്കുലേറ്റ് വീനേഷൻ ഈസ് എ ക്യാരക്ടർ ഓഫ് ഡൈക്കോട്ട് ലീഫ്. ഹിയർ ദ വെയിൻസ് ആർ അറേഞ്ച്ഡ് ആസ് എ നെറ്റ്വർക്ക് ഓൺ ലാമിന. Parallel venation is a character of monocot leaf. Here the veins are arranged parallelly. പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് വീനേഷൻ, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ്. അടുത്ത ടൈപ്സ് ഓഫ് ലീവ്സ്. നമുക്ക് പല ടൈപ്പ് ലീഫുകളെ കാണാൻ പറ്റും. ആദ്യം നോക്കിയാൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ആലിൻ്റെ ഇലയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തി ഇല എടുത്ത് നോക്കിയാലും മതി. അതിനകത്ത്
ഒരു ഇല എടുത്താൽ അതിനകത്ത് ഒറ്റ ലാമിന മാത്രമേ ഉള്ളൂ. ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷൻ ഒരെണ്ണമേ ഉള്ളൂ. അത്തരം ലീഫുകളെ സിമ്പിൾ ലീഫ് എന്ന് പറയുന്നു. സിമ്പിൾ ലീഫ് ഹാവ് സിംഗിൾ ലാമിന. എ ലീഫ് വിത്ത് സിംഗിൾ ലാമിന ഈസ് കാൾഡ് സിമ്പിൾ ലീഫ്. എക്സാമ്പിൾ ഹിബിസ്കസ്, ചെമ്പരത്തിയിൽ കാണാൻ പറ്റും. എന്നാൽ നമുക്ക് വേപ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ മറ്റേ ഈ കൊടുത്തിരിക്കുന്ന ബാക്കി കൊടുത്തിരിക്കുന്ന എല്ലാ ഫോട്ടോഗ്രാഫ്സിലും കാണാൻ പറ്റുന്നത് ഒരു ലീഫിൽ ഒന്നിൽ കൂടുതൽ ലാമിന കാണുന്നു. അത്തരം ലീവ്സിനെ കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നു. മോർ ദാൻ ഓൺ ലാമിന. എ ലീഫ് വിത്ത് മോർ ദാൻ ഓൺ ലാമിന. ഇപ്പോൾ വേപ്പിൻ്റെ ഇല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ലാമിന, മുരിങ്ങ ഇല നോക്കിയാൽ അതിനകത്ത് ഒരു ലീഫിൽ തന്നെ ഒരുപാട് ലാമിന കാണാൻ പറ്റും. അവിടെയുള്ള ആ കുഞ്ഞ് ലീഫുകളെ നമ്മൾ ലീഫ്ലെറ്റ് എന്നാണ് പറയുന്നത്. ആ ലീഫിൽ എല്ലാം കൂടെ നമ്മൾ ലീഫ് എന്ന് പറയുന്നുവെങ്കിലും ഓരോ കുഞ്ഞിലയും നമ്മൾ ലീഫ്ലെറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ആ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ സ്റ്റോക്കിനെ അല്ലെങ്കിൽ ആക്സിസിനെ പറയുന്ന പേര് റാച്ചിസ് എന്ന് പറയും. ദി ആക്സിസ് ഓഫ് ദി കോമ്പൗണ്ട് ലീഫ് ഈസ് കാൾഡ് റാച്ചിസ്. ഇപ്പോൾ തെങ്ങിൻ്റെ ഓല എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ലീഫാണ്. ഓല മടൽ എന്ന് പറയുന്നത് റാച്ചിസ് ആണ്. രണ്ട് സൈഡിലും കാണുന്ന ആ ലീഫുകളെ ലീഫ്ലെറ്റ്, നമ്മൾ ഓലക്കാൽ എന്ന് പറയാറുണ്ട്, ലീഫ്ലെറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ലാമിന കാണുന്ന ലീവ്സിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ലീവ്സ്. കോമ്പൗണ്ട് ലീവ്സിൻ്റെ ആക്സിസിനെ പറയുന്ന പേര് റാച്ചിസ് എന്നാണ്, റാച്ചിസ്. ഈ കോമ്പൗണ്ട് ലീവ്സ് തന്നെ രണ്ട് തരത്തിൽ കാണുന്നു. ചിലതിൽ നോക്കിയേ, റാച്ചിസിൻ്റെ രണ്ട് സൈഡിലായിട്ട് ലീഫ്ലെറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. ഇനി വേപ്പിൽ കാണുന്നത് ഇതിനെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നു. ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ് നോക്കിയേ, റാച്ചിസിൻ്റെ ടിപ്പിലായിട്ട് കയ്യിലെ ഫിംഗേഴ്സ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ലീഫ്ലെറ്റ് അറേഞ്ച് ചെയ്യുന്നു. ഇത് ഒറ്റ ലീഫാണ്. ഇതിനെ പറയുന്ന പേര് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പാമിൽ ഫിംഗേഴ്സ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെയുള്ള അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. എക്സാമ്പിൾ സിൽക്ക് കോട്ടൺ, പഞ്ഞിമരം. പഞ്ഞിമരത്തിൽ സിൽക്ക് കോട്ടൺ, സാധാരണ കോട്ടൺ പ്ലാന്റ് അല്ല ഇത്, സിൽക്ക് കോട്ടണിൽ കാണാൻ പറ്റുന്നത് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ലീവ്സ്: സിമ്പിൾ ലീഫ് ആൻഡ് കോമ്പൗണ്ട് ലീഫ്. Simple leaf have single lamina, example hibiscus. Compound leaf more than one lamina. The axis of the compound leaf is called a rachis. There are two types of compound leaves: pinnately compound leaf and palmately compound leaf. Pinnately compound leaf example neem and palmately compound leaf example silk cotton. Okay, അപ്പോൾ സിമ്പിൾ ലീഫും കോമ്പൗണ്ട് ലീഫും ആദ്യം പഠിക്കുക. എന്നിട്ട് കോമ്പൗണ്ട് ലീഫിന് രണ്ട് ടൈപ്പ്: പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഇനി പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഫില്ലോടാക്സി. സ്പെല്ലിംഗ് നോക്കുക, TAXY ആണ്, XI അല്ല, TAXY, ഫില്ലോടാക്സി. ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ ലീവ്സ് അറേഞ്ച് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് ഫില്ലോടാക്സി. സ്റ്റെമ്മിൽ ലീഫ് അറേഞ്ച് ചെയ്യുന്നു, സ്റ്റെമ്മിൻ്റെ നോഡിൽ ലീഫ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ അറേഞ്ച്മെൻറ്റിൻ്റെ രീതിയെ പറയുന്ന പേരാണ് ഫില്ലോടാക്സി. Arrangement of leaves on stem or branch is called phyllotaxy. There are three types of phyllotaxy. 1. Alternate phyllotaxy. 2. Opposite phyllotaxy. 3. Whorled phyllotaxy. ഏതൊക്കെയാണ്? ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി, ഓപ്പോസിറ്റ് ഫില്ലോടാക്സി ആൻഡ് വേൾഡ് ഫില്ലോടാക്സി. ആൾട്ടർനേറ്റ് ഫില്ലോടാക്സിയിൽ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ് എറേസ് ചെയ്യും. ഒന്നാമത്തെ പോയിന്റ്, ആൾട്ടർനേറ്റ് ഫില്ലോടാക്സിയിൽ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ് എറേസ് ചെയ്യും. മാത്രമല്ല അത് ആൾട്ടർനേറ്റ് ചെയ്താണ് ഫോം ചെയ്യുന്നത്. ഒന്ന് റൈറ്റിലാണെങ്കിൽ അടുത്ത ലെഫ്റ്റ്, അടുത്തതിൻ്റെ റൈറ്റ്, അതിൻ്റെ അടുത്ത ലെഫ്റ്റ്, ഇങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് ഫോം ചെയ്യും. ചെമ്പരത്തിയിൽ കാണുന്ന ഈ ടൈപ്പാണ് ഹിബിസ്കസ്. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി, സിംഗിൾ ലീഫ് ഇൻ വൺ നോഡ് ഇൻ ആൾട്ടർനേറ്റ് മാനർ. രണ്ട് പോയിൻ്റ് ഓർത്തിരിക്കുക. സിംഗിൾ ലീഫ് ഇൻ വൺ നോഡ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് ദേ ആർ ഇൻ ആൾട്ടർനേറ്റ് മാനർ. ഓക്കെ, ചെമ്പരത്തിയുടെ ഒരു കമ്പ് നമ്മൾ മനസ്സിൽ കരുതുക, അല്ലെങ്കിൽ അത് കയ്യിൽ എടുത്തു വെച്ച് പഠിക്കുക. രണ്ടാമത്തത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. പേരയിൽ നോക്കിയാൽ മതി, പേര അല്ലെങ്കിൽ നാരകം, സിട്രസ് അല്ലെങ്കിൽ കലോട്രോപ്പിസ്, എരിക്ക്. ഈ ചെടികളിലൊക്കെ ഒരു നോഡിൽ നിന്ന് രണ്ട് ലീഫ് ഉണ്ടാകുന്നു, രണ്ട് ലീഫ്. മാത്രമല്ല അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുന്നത്, ഓപ്പോസിറ്റ്. അപ്പോൾ ഒരു നോഡിൽ നിന്ന് രണ്ട് ലീവ്സ്, ഓപ്പോസിറ്റ് മാനർ.
അതിനെ ഓപ്പോസിറ്റ് ഫിലോടാക്സി. എക്സാമ്പിൾ സിട്രസ്, കെലോട്രോപ്പിസ്, ഗ്വാവ. മൂന്നാമത്തെ വേൾഡ് ഫിലോടാക്സി. നമ്മുടെ അരളിമരം അല്ലെങ്കിൽ മഞ്ഞ കോളാമ്പി പൂ ഉണ്ടാകുന്ന ചെടി, ഇതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഒരു നോഡിൽ ഒരുപാട് ലീവ്സ്, 3-4 ലീവ്സ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. മാത്രമല്ല നോഡിന് ചുറ്റുമായിട്ടുണ്ടാവും, ഒരു നോഡിന് ചുറ്റുമായിട്ട്. എക്സാമ്പിൾ അൽസ്റ്റോണിയ. ദ വേൾഡ് ഫിലോടാക്സി മീൻസ് മെനി ലീവ്സ് അറൗണ്ട് ദി നോഡ്. പിന്നെ ഇതിനകത്തെല്ലാം ഓർക്കേണ്ടത് 2 പോയിൻ്റാണ് ഓർക്കേണ്ടത്. ആൾട്ടർനേറ്റീവ് ഫിലോടാക്സി ഒരു ലീഫ്, ഓപ്പോസിറ്റ് ഫിലോടാക്സി 2 ലീഫ്, വേൾഡ് ഫിലോടാക്സി ഒരുപാട് ലീവ്സ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് ആൾട്ടർനേറ്റ് ഫിലോടാക്സി ആൾട്ടർനേറ്റ് മാനർ, ഓപ്പോസിറ്റ് ഫിലോടാക്സി ഓപ്പോസിറ്റ് മാനർ, വേൾഡ് ഫിലോടാക്സി അറൗണ്ട് ദി നോഡ്. ആ വാക്ക് തന്നെ ഉണ്ട്. ഒന്നും കിട്ടിയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ അതും കഴിച്ച് ആൾട്ടർനേറ്റ് ഫിലോടാക്സി ഇൻ ആൾട്ടർനേറ്റ് വേ എന്ന് പറഞ്ഞാലും മാർക്ക് കിട്ടും. ഓപ്പോസിറ്റ് ഫിലോടാക്സി ഇൻ ഓപ്പോസിറ്റ് വേ, വേൾഡ് ഫിലോടാക്സി അറൗണ്ട് ദ നോഡ്. ഓക്കെ, ഫിലോടാക്സി arrangement of leaves on stem or branch. There are 3 types of phyllotaxy: alternate phyllotaxy, opposite phyllotaxy, world phyllotaxy. Alternate phyllotaxy, single leaf in one node in alternate manner. Example hibiscus, ചെമ്പരത്തിയുടെ പേരയുടെയും അല്ലെങ്കിൽ ഒരു മഞ്ഞ കോളാമ്പിപ്പൂവിൻ്റെ അരളിപ്പൂവിൻ്റെയൊക്കെ നമ്മളിത് സ്റ്റെം ഇത് മൂന്നും എടുത്തു വെച്ച് പഠിക്കുക, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓപ്പോസിറ്റ് ഫിലോടാക്സി 2 leaves, opposite manner. Example guava, citrus, Calotropis. World phyllotaxy, many leaves around the node. Example Alstonia. Okay. അടുത്ത ലീഫ് മോഡിഫിക്കേഷൻസ്. ലീഫിൽ മോഡിഫിക്കേഷൻസും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫങ്ഷൻസ് എടുത്താൻ വേണ്ടിയാണ്. നോർമൽ ഫങ്ഷൻ ലീഫിൻ്റെത് ട്രാൻസ്പിറേഷൻ, റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ് ഇതൊക്കെയാണ്. അപ്പോൾ നോർമൽ ഫങ്ഷൻ അല്ലാതെ വേറെ ഫങ്ഷൻ നടത്താൻ വേണ്ടി ലീഫിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നു. ആ വ്യത്യാസങ്ങളെയാണ് നമ്മൾ ലീഫ് മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് ലീഫ് ടെൻഡ്രിൽ. എക്സ്പാൻഡ് ആയിട്ടുള്ള ലീഫ് വള്ളികൾ പോലെയായി മാറും. ഇതിനു വേണ്ടിയാണ് ഫോർ ക്ലൈംബിങ്, എവിടെയെങ്കിലും പിടിച്ചു കയറാൻ വേണ്ടി. എക്സാമ്പിൾ പയർ പോലെയുള്ള ചെടികൾ, ഈ ചെടികൾക്ക് എവിടെയെങ്കിലും താങ്ങ് പോലെ പിടിച്ചു കയറണമെങ്കിൽ എന്ത് വേണം? വള്ളികൾ പോലുള്ള ഭാഗം വേണം. അപ്പോൾ അതിനുവേണ്ടി ലീഫിൻ്റെ അതിൻ്റെ ഏറ്റവും ടിപ്പിലുള്ള ലീഫ്ലെറ്റ് എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യും. ഏറ്റവും ടിപ്പിലുണ്ടാകുന്ന ലീഫ്ലെറ്റ് മോഡിഫൈ ചെയ്ത് വള്ളികൾ പോലെയായി മാറുന്നു, അത് പിടിച്ചു കയറി പോകുന്നു. ലീഫ് ടെൻഡ്രിൽ. ഈ ലീഫ് ടെൻഡ്രിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറ്റിപ്പയർ എന്ന് പറയുന്ന സാധനത്തിലാണ്. തറയിൽ നമ്മൾ അധികം പൊക്കത്തിൽ വളരാത്ത ചെറിയ പയറുണ്ട്, കുറ്റിപ്പയർ എന്ന് പറയും. അതിലാണ് ലീഫ് ടെൻഡ്രിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ലീവ്സ് സ്പൈൻ. ലീവ്സ് മുള്ളുകളായി മാറുന്നു. ഇതിനു വേണ്ടിയാണ് ഫോർ ഡിഫെൻസ്. അല്ലേ, നേരത്തെ പറഞ്ഞു ട്രാൻസ്പിറേഷൻ്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയൊക്കെയാണ് അവിടെ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. എങ്കിലും ഇതിൻ്റെ ഉപയോഗം എന്താണ്? മുള്ളുകളായി മാറിയിട്ടുള്ളത് ഡിഫെൻസാണ്, ഡിഫെൻസ് പർപ്പസാണ്. എക്സാമ്പിൾ കാക്ടസ്, കള്ളിമുൾച്ചെടി. അടുത്ത ലീവ്സ് മോഡിഫൈഡ് ഇൻ ടു സ്റ്റോറേജ് പാർട്ട് ഫോർ ഫ്ലഷി ലീവ്സ്. ഓണിയൻ, ഉള്ളിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഗാർലിക്, വെളുത്തുള്ളിയിലൊക്കെ കാണാൻ പറ്റുന്നത് ആ ഉള്ളിയുടെ ലീഫാണ് നമ്മൾ കഴിക്കുന്നത്. അവിടെ ലീഫ് എങ്ങനെയാണ്? സാധാരണ ലീഫ് പോലെ വളരെ സോഫ്റ്റ് ആണോ? അല്ല, കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. അതിനകത്ത് വാട്ടറും മറ്റ് മെറ്റീരിയൽസും സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയാണ്. ആ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഫ്ലഷി ലീവ്സ് ഫോർ സ്റ്റോറേജ്. എക്സാമ്പിൾ ഓണിയൻ. ദെൻ ചില ഇൻസെക്റ്റ് ട്രാപ്പിംഗ് പ്ലാന്റ് ഉണ്ട്. ഉദാഹരണമായിട്ട് പിച്ചർ പ്ലാന്റ്. ഈ പിച്ചർ പ്ലാന്റിലൊക്കെ ലീവ്സ് മോഡിഫൈ ചെയ്ത് ഇൻസെക്റ്റ് ട്രാപ്പിംഗ് ഓർഗാനായി മാറുന്നു. അത്തരത്തിലുള്ള ട്രാപ്പിംഗ് ഓർഗാൻ പേരാണ് പിച്ചർ. ഫ്ലാസ്ക് പോലെ ഇരിക്കുന്ന ഒരു ട്രാപ്പിംഗ് ഓർഗാനാണ്. അപ്പോൾ പിച്ചർ എന്ന് പറയുന്നത് ലീഫ് മോഡിഫൈ ചെയ്തുണ്ടാകുന്നതാണ്. ഇറ്റ് ഈസ് ദ ഇൻസെക്റ്റ് ട്രാപ്പിംഗ് ഓർഗാൻ ഇൻസെക്ടിവറസ് പ്ലാന്റ്സ്. എക്സാമ്പിൾ പിച്ചർ പ്ലാന്റ്. ഇനി വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന പ്ലാന്റിൽ ലീഫ് മോഡിഫൈ ചെയ്തൊരു പ്രത്യേക ഷേപ്പിലായിട്ട് മാറിയിരിക്കുന്നു. മുള്ളുകളൊക്കെ ഉണ്ടായി അതിന് മധ്യത്തിൽ പ്രത്യേക ഷേപ്പിലായി മാറിയിരിക്കുന്നു. ഇവിടേക്ക് എന്താണ്? ലീഫ് മോഡിഫിക്കേഷൻ ഫോർ ഇൻസെക്റ്റ് ട്രാപ്പിംഗ്. അപ്പോൾ ലീഫ് മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ലീഫ് ടെൻഡ്രിൽ ഫോർ ക്ലൈംബിംഗ്. എക്സാമ്പിൾ പീ. ലീഫ് സ്പൈൻസ് ഫോർ ഡിഫെൻസ്. എക്സാമ്പിൾ കാക്ടസ്. ഫ്ലഷി ലീവ്സ് ഫോർ സ്റ്റോറേജ്. എക്സാമ്പിൾ ഒനിയൻ. പിച്ചർ ഫോർ ഇൻസെക്റ്റ് ട്രാപ്പിംഗ് ഇൻ ഇൻസെക്ടിവറസ് പ്ലാന്റ്സ്. എക്സാമ്പിൾ പിച്ചർ പ്ലാന്റ് ആൻഡ് വീനസ് ഫ്ലൈ ട്രാപ്പ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മോർഫോളജിയുടെ ആദ്യത്തെ ഒരു ഭാഗം. റൂട്ട്, സ്റ്റെം, ലീവ്സ്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ റൂട്ടിനെ കുറിച്ച് പറഞ്ഞു. പിന്നെയുള്ളത് സ്റ്റെം ആൻഡ് ലീവ്സ്. ഇതിന്ന് പബ്ലിക് എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വീനേഷൻ, ഫില്ലോടാക്സി, ദെൻ മോഡിഫിക്കേഷൻസ്. റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ലീഫിൻ്റെയും മോഡിഫിക്കേഷൻസ് തന്നിട്ട് അത് എടുത്തെഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ആ മോഡിഫിക്കേഷൻസ് തരാം, അതിൻ്റെ പേരുകൾ തരാം, ഫങ്ഷൻസ് തരാം, എക്സാമ്പിൾ തന്നിട്ട് ചാർട്ട് രൂപത്തിൽ എഴുതാനൊക്കെ
ചോദിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു.